ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇനി ഏകദേശം ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ എൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ പർച്ചേസാണ്. കല്യാണ സാരി അല്ല, കല്യാണ സാരി ഓൾറെഡി നിങ്ങളിപ്പോൾ ഈ കാണുന്ന 4 എണ്ണത്തിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു തയ്ക്കാനും കൊടുത്തു കേട്ടോ. അന്ന് എനിക്കിതുപോലെ വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും അല്ലായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, എങ്ങനെയാവും എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോയത് കല്യാൺ സിക്സിലാണ്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ വിരുന്ന് വരുന്ന മറുവീട്, പിന്നെ അനിയന് അച്ഛൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആദ്യം കല്യാണി പോയി, കല്യാണിൽ നല്ലോണം പർച്ചേസ് ചെയ്തു. 2 hours ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനായി. ഇപ്പോൾ വെജാണ് നമ്മൾ കഴിക്കുന്നത്, കാരണം അനിയൻ മാല ഇട്ടിരിക്കുന്നതുകൊണ്ട് വെജ് കഴിക്കാം. അങ്ങനെ അന്നാഭവനിലേക്ക് കയറി നല്ല അടിപൊളി സദ്യ കഴിച്ചു കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സദ്യയായിരുന്നു. 3 കൂട്ടം പായസവും ഒത്തിരി കറി, ഒരു ഓതൻറ്റിക് നമ്മുടെ കേരള സദ്യ. അങ്ങനെ അതൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറിയ ശേഷം നേരെ ചാലക്കകത്തോട്ട് പോയത്. അവിടുന്ന് നമുക്ക് ഒരു വിളക്ക് വാങ്ങണമായിരുന്നു. ഇവിടെ മറുവീടല്ല, സോറി, കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വിളക്ക് തന്നു വിടുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വിളക്കൊക്കെ വാങ്ങിച്ചിട്ട് ഈ പാവാട, ബ്ലൗസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രാമചന്ദ്രയിലാണ് പോയത്. രാമചന്ദ്രയിലാകുമ്പോൾ നമുക്ക് അതിനുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് അപ്പൂന് നല്ല കുർത്താസ് കണ്ടേ. എൻഗേജ്മെൻറ്റിനും അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കുർത്ത എടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള കുർത്താസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അപ്പൂനൊരു കുർത്തയൊക്കെ എടുത്തു സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് നേരെ ആർക്കയിൽ പോയി. ആർക്കയിൽ പോയിട്ട് പിന്നെ ഷർട്ടിൻ്റെ സെക്ഷനിലാണ് പോയത്. അച്ഛനും അപ്പൂനും പിന്നെ വിഷ്ണുവിനൊക്കെ വേണ്ട അവിടെ നിന്നാണ് കേട്ടോ ഷർട്ട് എടുത്തത്. അങ്ങനെ ഷർട്ടൊക്കെ എടുത്ത് അന്നത്തെ ഒരു പർച്ചേസ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ വെട്ടുകാട് പോയി നല്ലോണം കർത്താവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കല്യാണ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഓരോ മെഴുകുതിരിയൊക്കെ കത്തിച്ച് അവിടെ ക്രിസ്മസ് വൈബൊന്നും ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. ടാറ്റാ ബൈ ബൈ.